വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരൊറ്റ കാര്യം മാത്രം നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇംപ്ലാന്റേഷൻ നടന്നു എന്ന് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു മാറ്റം എന്താണ് എന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഒരുപാട് പേര് പറയുന്നുണ്ട്, ചേച്ചി ഓവുലേഷൻ കഴിഞ്ഞിട്ട് വിവിധങ്ങളായിട്ടുള്ള പല തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഇത് ഇംപ്ലാന്റേഷൻ നടന്നതാണോ അല്ലയോ എന്ന് ദിവസേന എന്നപോലെ നമ്മുടെ ചാനലിലെ കമൻസിലും ലൈവിലും ഒക്കെ ഡൗട്ട്സ് പലരും ചോദിക്കാറുണ്ട് കേട്ടോ. ഇംപ്ലാന്റേഷൻ നടന്നതിൻ്റെ ആയിട്ടുള്ള പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ, നമ്മൾ ഏറ്റവും കൂടുതൽ തിരിച്ചറിഞ്ഞ് പറയുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് വോമിറ്റിംഗ് ടെൻഡൻസി, തലകറക്കം, തല ഇറങ്ങി വീഴുന്നത് പോലെ തോന്നുക, ഫെയിൻറ്റിംഗ് ആയിട്ട് തോന്നുക, നമുക്ക് ഭയങ്കര ക്ഷീണം അനുഭവപ്പെടുക, അതുപോലെ ഗ്യാസ് ട്രബിൾ ഉണ്ടാവുക, ഹാർട്ട് ബേൺ ഉണ്ടാവുക, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ സോ കോൾഡ് ആയിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ. ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ഇംപ്ലാന്റേഷൻ ടൈമിൽ തന്നെയാണോ ഈ ലക്ഷണങ്ങൾ വരുന്നത് എന്നതിനെ പറ്റിയിട്ട്. ഇംപ്ലാന്റേഷൻ ടൈം നടക്കുന്നതിനെ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഈ സമയത്ത് വരുന്ന ലക്ഷണങ്ങൾ ഇംപ്ലാന്റേഷൻ്റെ തന്നെയാണോ, ഇത് കണ്ടിന്യൂസ് ആയിട്ട് ലാസ്റ്റ് ചെയ്യുമ്പോൾ ഇത് ഇംപ്ലാന്റേഷൻ്റെ സിംറ്റംസ് തന്നെയല്ലേ എന്ന് നമുക്ക് അടിയുറപ്പിച്ചിട്ട് പറയാനായിട്ട് സാധിക്കും. അതിലേക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓവുലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര ക്യൂരിയസ് ആയിട്ട് കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് ഇംപ്ലാന്റേഷൻ ദിവസം എന്ന് പറയുന്നത്. ഒരുപാട് പേര് നമ്മുടെ കമന്റ്സിൽ വന്ന് ചോദിക്കുന്നുണ്ട്, ചേച്ചി ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഇത്ര ദിവസമായി, എനിക്ക് ഇന്ന ബുദ്ധിമുട്ട് വരുന്നുണ്ട്, ഇത് പ്രഗ്നൻസിയുടെ ലക്ഷണമാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ എന്ന് ഒരുപാട് പേര് കമന്റ്സിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ സ്വന്തമായിട്ട് നമ്മുടെ ഓവുലേഷൻ ഡേറ്റും അതുപോലെ തന്നെ നമ്മുടെ ഇംപ്ലാന്റേഷൻ ഡേറ്റും കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് ഒരുപാട് കെയർ അവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ ഇംപ്ലാന്റേഷൻ ദിവസമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഏതെങ്കിലും ഒരു അണ്ടാശയത്തിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ള അണ്ടവും പുരുഷ ബീജവും തമ്മിൽ ചേർന്ന് ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഒരു എഗ്ഗ്, ആ സെൽ ഡിവിഷൻ ഒക്കെ നടന്ന് നമ്മുടെ യൂട്രസിന്റെ ലൈനിങ്ങിൽ വന്ന് അറ്റാച്ച് ആകുന്നതാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഇംപ്ലാന്റേഷൻ നടക്കുന്നത് നമ്മുടെ യൂട്രസിന്റെ ലൈനിങ് ആയിട്ടുള്ള എൻഡോമെട്രിയത്തിലാണ്. എൻഡോമെട്രിയൽ ലൈനിങ് പയ്യെ ഒന്നിങ്ങനെ ആക്കി അതിന് ഇരിക്കാൻ പറ്റുന്ന ഒരു കംഫർട്ട് സോണിലാക്കിയതിനു ശേഷം അവിടെ ഈ ഒരു ഭ്രൂണം വേരുറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ആ വേരുറപ്പിച്ച് അവിടെ പിടിച്ചാണ് ഈ ഭ്രൂണം വളർന്നു തുടങ്ങുന്നത്. ഈ ഒരു ഇംപ്ലാന്റേഷൻ നടക്കുന്നത് എപ്പോഴും ഓവുലേഷൻ നടന്നിട്ട് തൊട്ടടുത്ത ദിവസമല്ല. ഓവുലേഷൻ നടക്കുന്നത് എന്നാണോ അതിനേക്കാളും കുറച്ച് ദിവസവും കൂടി കഴിഞ്ഞിട്ടായിരിക്കും ഒരു സ്ത്രീക്ക് ഇംപ്ലാന്റേഷൻ നടക്കുന്നത്. എന്നാൽ നേരെ മറിച്ച് ബീജസങ്കലനം, അതായത് അണ്ടവും ബീജവും ചേരുന്നത് എന്നാണോ നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കുന്നത് അതിനേക്കാളും ഒരു 30 മിനിറ്റോ അല്ലെങ്കിൽ മാക്സിമം 1 മണിക്കൂറോ ദൂരത്തിലായിരിക്കും നമുക്ക് ബീജസങ്കലനം നടക്കുന്നത്. ബീജസങ്കലനം എന്ന് പറയുന്നത് എഗ്ഗും സ്പേമും തമ്മിൽ ജോയിൻ ആവുന്നത്. അവിടെ നിങ്ങൾക്ക് ആ ഒരു കൃത്യമായി ഫെർട്ടിലൈസേഷൻ നടന്നാലും സെൽ ഡിവിഷൻ ഒക്കെ നടന്നിട്ട് ഒരു എംബ്രിയോ ഫോം ചെയ്ത് ഇംപ്ലാന്റേഷൻ നടക്കണമെങ്കിൽ പിന്നെയും ഓവുലേഷൻ കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് എത്രത്തോളം ദിവസം വെയിറ്റ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. സാധാരണയായിട്ട് ഒരു സ്ത്രീക്ക് ഓവുലേഷൻ എന്നാണോ നടക്കുന്നത് അതിനേക്കാളും 6 മുതൽ 12 ദിവസത്തിനകത്തായിരിക്കും ഇംപ്ലാന്റേഷൻ നടക്കുന്നത് എന്നാണ് ഡോക്ടേഴ്സും പഠനങ്ങളും സൂചിപ്പിക്കുന്നത്. ഈ ഒരു ഇംപ്ലാന്റേഷൻ നടക്കുന്ന ദിവസം നമ്മൾ ജസ്റ്റ് ഒരു റഫ് ഫിഗർ ആയിട്ട് ഒരു 6 മുതൽ 12 ദിവസത്തിനകത്ത് നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കും എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി തന്നെയും ഏറ്റവും കൂടുതൽ ഈ 6 ദിവസത്തിനും 12 ദിവസത്തിനും ഇടയ്ക്ക് നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ദിവസം എന്ന് പറയുന്നത് 8ാമത്തെ ദിവസത്തിനും 10ാമത്തെ ദിവസത്തിനും ഇടയിലുള്ള ദിവസമായിരിക്കും. ഈ ഒരു അതായത് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസുകളും അതുപോലെ തന്നെ നമ്മൾ പീസ്ഫുൾ ആയിട്ട് മൈൻഡ് നമ്മൾ കീപ്പ് ചെയ്യുന്നതും നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതും നമ്മളുടെ സ്ട്രെസ് ഒട്ടും തന്നെ ഇല്ലാതെ ഇരിക്കുന്നതും നിങ്ങളിൽ ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആവാനായിട്ട് ഒരുപാട് സഹായിക്കും. അപ്പോൾ എന്നാണോ നമ്മളിൽ ഇംപ്ലാന്റേഷൻ നടക്കുന്ന ദിവസം എന്ന് നമുക്ക് എളുപ്പത്തിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സപ്പോർട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിന് കൊടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഞാനൊരു 8 to 10 ഡേയ്സിനകത്ത് ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലുണ്ട് എന്ന് പറഞ്ഞല്ലോ. എന്നിരുന്നാൽ കൂടി തന്നെയും ഏറ്റവും കൂടുതൽ നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ട് സാധ്യതയുള്ളത് ഈ 8ന്റെയും 10ന്റെയും ഇടയിലുള്ള 9ാമത്തെ ദിവസമാണ്. നമുക്ക് ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള 9ാമത്തെ ദിവസമായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മളുടെ ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ട് സാധ്യതയുള്ള ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഓരോ സൈക്കിളിലും എന്നാണ് ഇംപ്ലാന്റേഷൻ നടക്കുന്ന ദിവസം എന്ന് നമുക്ക് നോക്കിയാലോ.
28 ദിവസമാണ് നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിൾ എങ്കിൽ നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ട് സാധ്യതയുള്ളത് ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള 9ാമത്തെ ദിവസമായിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ പീരിയഡ്സ് ആയത് 1-ാം തീയതി ആണെങ്കിൽ ഏപ്രിൽ 1-നാണ് നിങ്ങൾക്ക് ആദ്യമായിട്ട് പീരിയഡ്സ് ആയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ട് സാധ്യതയുള്ള ദിവസം ഒരു 6 to 12 എന്ന് നമ്മൾ ഒരു റഫ് ഫിഗർ പറയുകയാണെങ്കിൽ കൂടി തന്നെയും ആ 6 to 12 നമുക്ക് വരുന്നത് ഏപ്രിൽ 21-നും ഏപ്രിൽ 27-നും അകത്താണ്. ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ട് സാധ്യതയുള്ള ദിവസം എന്ന് പറയുന്നത് 24th ഏപ്രിൽ ആയിരിക്കും. ഏപ്രിലിന്റെ 24ാമത്തെ ദിവസത്തിനായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ട് സാധ്യതയുള്ള ദിവസം എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് 28 ദിവസത്തിന്റെ ഒന്ന് ഓവുലേഷൻ ഡേറ്റ് മുതലൊന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാലോ. 28 ദിവസം നമുക്ക് മെൻസ്ട്രൽ സൈക്കിൾ ഉണ്ടാകുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ നമുക്ക് ഓവുലേഷൻ നടക്കാനായിട്ട് സാധ്യതയുള്ള ദിവസം എന്ന് പറയുന്നത് നമ്മുടെ 14th ഡേ ആണ്. അപ്പോൾ 14th ഡേനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് 14th മുതൽ ഒരു 6 to 12 ഡേയ്സിനകത്തായിരിക്കും നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ട് സാധ്യതയുള്ള ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ 14, 15, 16, 17, 18, 19, 20 ഈ ഒരു 20 ഡേയ്സ് മുതൽ അങ്ങോട്ടേക്കുള്ള ദിവസങ്ങൾ നമ്മൾ നോക്കുക. 20 കഴിഞ്ഞിട്ട് അപ്പോൾ ഇവിടെ നമുക്ക് 28 ദിവസത്തിന്റെ മെൻസ്ട്രൽ സൈക്കിൾ വെച്ചിട്ട് എന്നാണ് ഓവുലേഷൻ നടക്കുന്ന ദിവസവും എന്നാണ് ഇംപ്ലാന്റേഷൻ നടക്കുന്ന ദിവസവും എന്ന് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഇവിടെ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത് April 1 ആണ്. ഏപ്രിലിലെ കാലണ്ടർ നിങ്ങൾ നോക്കുക. അത് നിങ്ങളുടെ ഫോണിലാണെങ്കിലും നിങ്ങൾ കാലണ്ടർ എടുക്കുക കേട്ടോ. അപ്പൊ ഇവിടെ കാലണ്ടർ എടുക്കുമ്പോഴേക്കും നിങ്ങൾ ഇപ്പൊ 28 ദിവസമാണ് നിങ്ങൾക്ക് മെൻസ്ട്രൽ സൈക്കിൾ വരുന്നതെങ്കിൽ ഏപ്രിൽ 1-ന് നിങ്ങൾക്ക് പീരിയഡ്സ് ആവുകയാണെങ്കിൽ അടുത്ത പീരിയഡ്സ് നിങ്ങൾക്ക് വരുന്നത് ഏപ്രിൽ 28-നായിരിക്കും. അപ്പൊ നമ്മൾ ഏപ്രിൽ 28 മുതൽ വേണം ഫ്രണ്ടിലോട്ട് അങ്ങോട്ട് എണ്ണീട്ട് 14ാമത്തെ ദിവസം നമ്മുടെ ഓവുലേഷൻ ഡേറ്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാനായിട്ട്. 28ാമത്തെ ദിവസത്തിനെ ഒരു ഡേ 1 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 28, 27, 26, 25, 24 അങ്ങനെ എണ്ണി നമ്മൾ 14ാമത്തെ ദിവസം നമുക്ക് എത്തി നിൽക്കുന്നത് ഏപ്രിൽ 15-നായിരിക്കും. ഏപ്രിൽ 15 സാറ്റർഡേ ആയിരിക്കും നമുക്ക് ആ ഒരു ദിവസം വരുന്നത്. ഈ ഒരു ദിവസം നിങ്ങൾക്ക് വന്നതിന് ശേഷം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇംപ്ലാന്റേഷൻ ഡേറ്റ് ആണ്. ഇംപ്ലാന്റേഷൻ നടക്കുന്ന ദിവസം എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു ഓവുലേഷൻ ഡേറ്റിനെ അങ്ങോട്ട് വിട്ടോളുക. ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള 6 മുതൽ 12 ദിവസത്തിനകത്താണ് നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ട് സാധ്യതയുള്ള ദിവസം. അപ്പൊ 16ാമത്തെ ദിവസത്തെ 1 എന്ന രീതിക്ക് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 16, 17, 18, 19, 20, 21 അതായത് 16, 17, 18, 19, 20, 21. 21ാമത്തെ ദിവസം മുതൽ 27ാമത്തെ ദിവസം വരെയാണ് നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ദിവസം എന്ന് പറയുന്നത്. ഇതിൽ 24ാമത്തെ ദിവസമായിരിക്കും നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ട് ഏറ്റവും അധികം ചാൻസ് ഉള്ള ദിവസങ്ങൾ. ഈ 6 to 12 ഡേയ്സിനകത്ത് അതായത് 21 മുതൽ 27 ദിവസത്തിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒരു ഇംപ്ലാന്റേഷൻ നടക്കാൻ സാധ്യതയുള്ളത് 24ാമത്തെ ദിവസമായിരിക്കും. നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിളിന്റെ 24ാമത്തെ ദിവസമായിരിക്കും. ഇനി 30 ദിവസം മെൻസ്ട്രൽ സൈക്കിളുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ദിവസം എന്ന് പറയുന്നത് ഏപ്രിൽ 23-നും ഏപ്രിൽ 29-നും ഇടയ്ക്കുള്ള സമയത്ത് ഒരു 26-നായിരിക്കും ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. 23-നും 29-നും ഇടയിലെ 26ാമത്തെ ദിവസമായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ട് സാധ്യതയുള്ള ദിവസം. ഇനി 32 ദിവസമാണ് നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിൾ എങ്കിൽ ഇവിടെ നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കുന്നത് 25ാമത്തെ ദിവസത്തിനും മെയ് 1-നും ഇടയിലുള്ള 28ാമത്തെ ദിവസമായിരിക്കും. ഏറ്റവും കൂടുതൽ സാധ്യത 25-നും മെയ് 1-നും ഉണ്ടെങ്കിൽ കൂടി തന്നെയും ഇംപ്ലാന്റേഷൻ നടക്കാൻ ഈ സാധ്യതകളിലും ഒരു 3 പടിയെങ്കിലും ഇരട്ടിയായിട്ട് ചാൻസ് ഉള്ളത് 28ാമത്തെ ദിവസമായിരിക്കും. അതുപോലെ 36 ദിവസമാണ് നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിളിന്റെ ലെങ്ത് വരുന്നതെങ്കിൽ 29 ഏപ്രിലിനും അതുപോലെ മെയ് 5-നുമായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ട് സാധ്യതയുള്ള ദിവസം. അതിലും വെച്ചിട്ട് ഒരു 9th ഡേ ആയിട്ടുള്ള മെയ് 2-നായിരിക്കും നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ നടക്കാൻ വളരെയധികം ചാൻസസ് ഉള്ളത്. ഇവിടെ നമ്മൾ ഇംപ്ലാന്റേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്തത് എന്നാണോ നിങ്ങൾക്ക് ഓവുലേഷൻ കഴിഞ്ഞത് ആ ദിവസത്തിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് പിന്നീട് അങ്ങോട്ടേക്കുള്ള 6 മുതൽ 12 ദിവസം നിങ്ങൾ കാലണ്ടറിൽ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കുക. ഈ 6 മുതൽ 12 ദിവസം വരെയുള്ള ഒരു സമയത്ത് നമ്മൾ നമ്മുടെ ശരീരത്തിന് എക്സ്ട്രാ കെയർ തന്നെ കൊടുക്കേണ്ട ഒരു സമയമാണ്. നമുക്ക് എങ്ങനെയൊക്കെ ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ട് നമ്മുടെ ശരീരത്തിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അത്രയും കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുക.
ഒരു അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കുകയോ അങ്ങനെ ഒന്നും തന്നെ ചെയ്യാതിരിക്കുക. ആൻസൈറ്റി ഇല്ലാതെ 100% ഹാപ്പിയായി എന്താണെങ്കിലും വരട്ടെ അങ്ങനെയുള്ള രീതിക്ക് നമ്മൾ മുൻപോട്ട് പോവുക. ഓവർ തിങ്കിങ് മൂലവും ആൻസൈറ്റി മൂലവും സ്ട്രെസ് മൂലവും നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും നമ്മുടെ ബ്രെയിനും തമ്മിലുള്ള ബന്ധം അവിടെ വിച്ഛേദിക്കപ്പെടും. ഈ ഒരു ബന്ധം അവിടെ വിച്ഛേദിക്കപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് അവിടെ ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകും. അപ്പൊ അത് നിങ്ങൾ ചെയ്യാതിരിക്കുക. നമുക്ക് നല്ല നല്ല ഭക്ഷണങ്ങൾ നമ്മൾ നമ്മുടെ ശരീരത്തിലോട്ട് അങ്ങോട്ട് കൊടുക്കുക. ധാരാളം നമ്മൾ വെള്ളം കുടിക്കുക. മൊത്തത്തിൽ നമുക്ക് ചൂടാണ്. നമ്മൾ എത്രത്തോളം വെള്ളം കുടിക്കുന്നുണ്ടോ അതിന്റെ ഇരട്ടി വെള്ളം നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്തും അമ്മയായിട്ടിരിക്കുന്ന സമയത്തും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്തും നിങ്ങൾ കുടിക്കുക. കാരണം അത്രത്തോളം വെള്ളം കുടിച്ചാൽ മാത്രമേ നമ്മുടെ ശരീരം ഒരുപാട് അങ്ങോട്ട് ഹൈഡ്രേറ്റഡ് ആവുകയുള്ളൂ. ആ ഒരു കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് ചിന്തിക്കുക. പിന്നെ എന്തെല്ലാം ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുമോ അത്രയും ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രം നിങ്ങൾ കഴിക്കുക. പുറത്തുനിന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങൾ നിങ്ങൾ 100% അവോയ്ഡ് ചെയ്യുക. 100% അവോയ്ഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു 90% നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. മാസത്തിൽ ഒരു 4 തവണ അല്ലെങ്കിൽ ഒരു 5 തവണ പുറത്തുനിന്ന് കഴിക്കുന്ന ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഒരു ഇഷ്ടം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അത് ചുരുക്കിയിട്ട് 1 തവണയായിട്ടോ 2 തവണയായിട്ടോ കുറയ്ക്കാനായിട്ട് മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഈ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റുള്ള കാര്യങ്ങളാണ് ഫെർട്ടിലിറ്റി ബൂസ്റ്റിംഗ് ആയിട്ടുള്ള എക്സസൈസുകൾ. ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ലെങ്കിൽ ബട്ടർഫ്ലൈ എക്സസൈസ് എങ്കിലും നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ കാല് രണ്ടും ആ ഒരു കാലിന്റെ പാദങ്ങൾ നിങ്ങൾ കൂട്ടിപ്പിടിച്ചിട്ട് ബട്ടർഫ്ലൈ അതിന്റെ ചിറകിട്ട് അനക്കുന്നത് പോലുള്ള ഒരു എക്സസൈസ് ആണ് ബട്ടർഫ്ലൈ പോസ് എന്ന് പറയുന്നത്. ഈ ഒരു എക്സസൈസ് നിങ്ങളുടെ പെൽവിക്കിന്റെ ഭാഗത്തോട്ടും നിങ്ങളുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഭാഗത്തോട്ടും ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന എക്സസൈസ് ആണ് ലെഗ് അപ്പ് ദ വാൾ എക്സസൈസ്. നിങ്ങൾ നേരെ കിടക്കുന്നത് എവിടെയാണോ അതിൽ നിങ്ങളുടെ മതിലിന്റെ ആ ഒരു ചുവരിലോട്ട് നിങ്ങൾ ആ ഒരു കാല് ഉയർത്തി വെച്ചിട്ട് നിങ്ങൾക്ക് കിടക്കും. അതല്ലാതെ നിങ്ങൾ പണി ചെയ്ത് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങളുടെ 2 പാദവും നിങ്ങൾ ഉയർത്തി മേപ്പോട്ട് വെക്കുക. അങ്ങനെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കിടക്കാവുന്നതാണ്. ഇൻ കേസ് നിങ്ങളിപ്പോൾ ഒരു നിലത്താണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ സോഫയുടെ സൈഡിലോട്ടോ അല്ലെങ്കിൽ ഒരു ഒരു കസേരയുടെ സൈഡിലോട്ടോ കാല് ഉയർത്തി പിടിച്ചിട്ടെങ്കിലും നിങ്ങളൊന്ന് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇതെല്ലാം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ശരീരത്തിൽ ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ട് ഒരുപാട് സഹായിക്കും. നമ്മൾ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ അത്രമാത്രം ഇമ്പോർട്ടൻസോടുകൂടി ഇംപ്ലാന്റേഷൻ ഡേറ്റും കാൽക്കുലേറ്റ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ഈ ദിവസത്തിൽ ഇംപ്ലാന്റേഷൻ നിങ്ങൾക്ക് നടക്കാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ അറിയുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിനെ കെയർ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ്സിൽ ചോദിക്കാവുന്നതാണ്. മാക്സിമം റിപ്ലൈസ് കൊടുക്കാനായിട്ട് ഞാൻ ശ്രദ്ധിക്കാം കേട്ടോ. അതുപോലെ തന്നെ പേഴ്സണൽ ആയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിലോ അല്ലെങ്കിൽ ജിമെയിലോ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഫേസ്ബുക്ക് പേജിന്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ദിജൂസ് വേൾഡ് എന്ന് ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ പേജ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജിമെയിൽ ഹെൽത്ത് ടിപ്സ് ഓൾ എന്നുള്ള ഐഡിയിൽ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്കിപ്പോൾ വീണ്ടും കാണാം. ബൈ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.